ഇറാൻ ഇസ്രായേൽ യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേധാവി ജനറൽ മെഹ്സെൻ റസായി പറഞ്ഞിരിക്കുന്നു. ഒരു ഇറാനിയൻ ടെലിവിഷന് നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഇറാന് നേരെ ആണവായുധങ്ങൾ അടക്കമുള്ള ആയുധങ്ങൾ ഇസ്രായേൽ പ്രയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇസ്ലാമാബാദ് തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇറാന്റെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി തന്നെ വലിയൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇറാൻ പാകിസ്ഥാൻ അച്ചുതണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, അത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ പലവട്ടം ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹമാസിന് ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചിരുന്നതും പാകിസ്ഥാനിൽ നിന്നാണ്. ഹമാസിന്റെ നേതാക്കളടക്കം POK വന്ന് പ്രസംഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നു. ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ആദ്യ സമയത്ത് ഡ്രോൺ അറ്റാക്ക് നടത്തുന്ന സമയത്ത് അത് ഹമാസ് മോഡലാണ് എന്നാദ്യം പറഞ്ഞതും ഇസ്രായേൽ ആയിരുന്നു. ഇന്ത്യ അത്തരത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു യുദ്ധം ഒരു വലിയ രീതിയിലുള്ള ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നൊരു സംശയം കൂടി ഇതോട് ജനിപ്പിച്ചിരിക്കുന്നു. ഏതായാലും ഈ പ്രസ്താവനയോട് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത് തങ്ങൾ ഉറപ്പൊന്നും നൽകിയിട്ടില്ല എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പാകിസ്ഥാൻ കൂടി ഈ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.